ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പൊരിച്ച കോഴി ബിരിയാണിയാണ്. ചിക്കനിൽ നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പൊരിച്ചെടുത്ത് തയ്യാറാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി നമുക്ക് ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിരുന്ന സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ 5 സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലൊരു സവാള നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ ക്യാരറ്റ് കൂടി ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഒരല്പം പുതിന ഇലയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മസാലക്ക് ആവശ്യമായിട്ട് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും, ഒരു 5-6 പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ കൈമ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ കൈമ റൈസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് നിറയെ വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാനായി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. സവാള ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് കോരി മാറ്റി ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വറുത്തെടുക്കാം. ക്യാരറ്റ് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം അതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം കിസ്മിസ് കൂടി ചേർത്തൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഈ ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഈ പാനിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ 2 വശവും നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്നും ചിക്കൻ കോരി മാറ്റാം. ചിക്കൻ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലേക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഞാനൊരു പകുതി സവാളയുടെ അത്രത്തോളം മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസ് തയ്യാറാക്കുമ്പോൾ എടുക്കാനുള്ളതാണ്. ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. സവാള നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ആക്കി എടുക്കാം. ഇനി മൊത്തത്തിൽ നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പകുതി സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക.
1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം ഒന്ന് അടച്ചു വെച്ച് വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പം നമ്മുടെ മസാലയുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി തക്കാളി വേവാൻ വേണ്ടി അടച്ചു വെക്കുക. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ തിളക്കാൻ വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കഴുകി കുതിരാനായി വെച്ചിട്ടുള്ള റൈസിലെ വെള്ളമൊക്കെ മുഴുവനും മാറ്റിയതിന് ശേഷം റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയിൽ നിന്ന് ഒരല്പവും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനും മസാലയും നല്ലോണം ഒന്ന് യോജിച്ച് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ റൈസ് വേവാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് റൈസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പാത്രം അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. റൈസും മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ സവാളയും ക്യാരറ്റും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണി ഇവിടെ ദം ചെയ്തെടുക്കുന്നത് മസാല തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി മസാലയുടെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസിന്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെയും മല്ലിയിലയുടെയും ഒക്കെ മിക്സ് ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കുക. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റൈസ് മുഴുവനായിട്ടും ഈ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എനിക്കിവിടെ പാത്രത്തിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എടുക്കുന്ന പാത്രം വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം സ്പേസ് ഉണ്ടെങ്കിൽ ഈ റൈസ് മുഴുവനായിട്ടും ഈ മസാലയുടെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം
അപ്പോഴാണ് നമ്മുടെ റൈസിന് മൊത്തത്തിൽ ഈ ദം ചെയ്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിൻ്റെ മുകളിലേക്കും ബാക്കിയുള്ള ഈ സവാളയുടെയും മല്ലിയിലയുടെയും ഒക്കെ മിക്സ് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കുക. ഞാനിപ്പം ദം ചെയ്യാൻ എടുത്തിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ഈ റൈസിൻ്റെ മുകളിൽ കൂടി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയുടെ ഒക്കെ മിക്സ് ഒന്ന് വിതറി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ റൈസും ഒന്ന് അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി അപ്പോൾ ഒന്ന് ദം ചെയ്ത് എടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വെച്ച് കൊടുക്കണം. 10 മിനിറ്റ് ഇതുപോലെ ദം ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി പാത്രം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് ദമ്മ് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. ഇനി റൈസൊക്കെ നമ്മൾ റൈസ് വേവിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് റൈസ് പരമാവധി മസാലയിൽ നിന്നും കോരി മാറ്റണം. ഇനി റൈസ് ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ നല്ലോണം ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച കോഴി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ബിരിയാണി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.